എനിക്ക് മാതാവിൻ്റെ ഫോട്ടോ കിട്ടി, നമ്മുടെ കൃപാസന മാതാവിൻ്റെ. അപ്പം സിൽവർ ഗ്രേയിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ എന്നോട് ക്ഷമിക്കണം കേട്ടോ, ഞാനങ്ങനെ വിചാരിച്ചു പോയി. അങ്ങനെ ഫോട്ടോഷോപ്പ് ചെയ്ത ഫോട്ടോ എങ്ങാനും ആണോ അങ്ങനെ വിചാരിച്ചു ഞാൻ. അപ്പം ഞാനിങ്ങനെ അമ്മയടുത്ത് ചോദിക്കും, എൻ്റെ അമ്മ ജസ്റ്റ് അനുഗ്രഹിച്ചിട്ടേ ഉള്ളോ, എനിക്ക് കൃപ കിട്ടിയിട്ടില്ലേ എന്നിങ്ങനെ എനിക്ക് സങ്കടം വരും, എനിക്ക് പെട്ടെന്ന് ഞാനിരുന്ന് കരയുമോ എന്നിട്ട്. യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന, ഹല്ലേലൂയ. അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾക്കാരയിൽ ഇവിടെ ഇങ്ങനെ നിൽക്കാനായിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്, ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിങ്ങനെ ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് സങ്കീർത്തനം 21 കിട്ടിയത് കേട്ടോ. അവൻ്റെ ഹൃദയാഭിലാഷം അങ്ങ് സാധിച്ചു കൊടുത്തു, അങ്ങ് അവൻ്റെ യാചനകൾ നിഷേധിച്ചില്ല, സമൃദ്ധമായ അനുഗ്രഹങ്ങളുമായി അവനെ സന്ദർശിച്ചു. എനിക്ക് കറക്റ്റായിട്ടൊന്നും അറിയത്തില്ല, ഞാൻ ഹിന്ദുവാണ്, നോൺ ക്രിസ്ത്യനാണ്. അപ്പം എൻ്റെ പേര് അനിത, ഞാൻ തൃപ്പൂണിത്തുറയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ ഉടമ്പടി എടുത്തത് ഫെബ്രുവരി 2022 ഇതെൻ്റെ 7ാമത്തെ ഉടമ്പടി ഞാൻ പുതുക്കി. ഇതിനു മുമ്പ് 2 തവണ ഞാൻ സാക്ഷ്യം എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഇത് കുറച്ചും കൂടി ഇതാവാനുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു എല്ലാം ആവട്ടെ, എന്നിട്ട് നമുക്ക് സാക്ഷ്യം പറയാം, ഒരുമിച്ച് പറയാം എന്ന് പറഞ്ഞു. ഞാനിങ്ങോട്ട് വരാനുണ്ടായിരുന്ന സാഹചര്യം പറഞ്ഞാൽ, ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ മുംബൈയിലായിരുന്നു, ഓൾമോസ്റ്റ് 15 ഇയേഴ്സ് അവിടെയായിരുന്നു. അവിടെ കുറച്ച് കാര്യങ്ങൾ, എൻ്റെ ഫാമിലിയിൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, കുറച്ചധികം കാര്യങ്ങൾ. അപ്പോൾ അതങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം ഞാനിങ്ങനെ സോഷ്യൽ മീഡിയയിൽ FBൻ്റെ ആണോ യൂട്യൂബിൻ്റെ ആണോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല, ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും എനിക്ക് മാതാവിൻ്റെ ഫോട്ടോ കിട്ടി, നമ്മുടെ കൃപാസന മാതാവിൻ്റെ. അപ്പം സിൽവർ ഗ്രേയിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ എന്നോട് ക്ഷമിക്കണം കേട്ടോ, ഞാനങ്ങനെ വിചാരിച്ചു പോയി. അങ്ങനെ ഫോട്ടോഷോപ്പ് ചെയ്ത ഫോട്ടോ എങ്ങാനും ആണോ അങ്ങനെ വിചാരിച്ചു ഞാൻ. അപ്പോൾ എന്നിട്ട് അതങ്ങോട്ട് വിട്ടു. അപ്പോൾ പിന്നെ അടുത്ത ദിവസം ആയപ്പോഴത്തേക്കും നമ്മുടെ അവിടെ ജപമാല മാതാവ് ഉണ്ടല്ലോ, നമ്മുടെ റാലിക്ക് എടുക്കണേ, അവിടെ ആ സൈഡിൽ വെച്ചിട്ടുണ്ട്, മാതാവിൻ്റെ ആ ഫോട്ടോ വന്നു. പിന്നെ എനിക്ക് പ്രാർത്ഥനകളുടെയൊക്കെ ലിങ്ക് വരാൻ തുടങ്ങി. പിന്നെ ആ സമയത്തും പക്ഷേ ഞാൻ യൂട്യൂബിൽ അച്ഛൻ്റെ ആ ഒഫീഷ്യൽ ഇതുണ്ടല്ലോ, അത് സബ്സ്ക്രൈബ് ചെയ്യുക, അത് നോക്കുകയൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ FBയിൽ ആ ഒരു പ്രേയേഴ്സും അതൊക്കെ വരാൻ തുടങ്ങിയത് ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആരും ഇങ്ങനെ എന്നോടിങ്ങനെ ഉള്ളിലിങ്ങനെ പറയണ പോലെ തോന്നിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രേയേഴ്സൊക്കെ. അങ്ങനെ അവിടുത്തെ കുറച്ച് ഇഷ്യൂസൊക്കെ നമ്മളുടെ കൺട്രോളിലല്ലാത്ത ഇതിലായപ്പോഴത്തേക്കും നിങ്ങളുടെ നാട്ടിലേക്ക് പോരേണ്ടി വന്നു. അങ്ങനെ അതങ്ങനെ കുറച്ചും കൂടെ വലിയ മോശമായിട്ടുള്ള സാഹചര്യത്തിലേക്കൊക്കെ പോയി. അങ്ങനെ അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്താണ് ഞാനിവിടെ വരണേ ആദ്യമായിട്ട്. അതെൻ്റെ ഒരു കസിൻ ചേച്ചി ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം കൊറോണയൊക്കെ കുറച്ചൊന്ന് ഇതായിട്ടുള്ള സമയത്താണ് ഞാൻ വന്നത്. പക്ഷെ ഞാൻ ആദ്യമായിട്ട് വന്ന സമയത്ത് ഇവിടെ ഈ വാർഡിലോ എവിടെയോ കോവിഡ് റിപ്പോർട്ട് ചെയ്തിട്ട് പള്ളി തുറന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പള്ളി പെട്ടെന്ന് വന്ന് അങ്ങനെ അടയ്ക്കാൻ പറഞ്ഞിട്ട് ഹെൽത്തിൽ വന്നിട്ട് അടച്ചിട്ട്, അപ്പോൾ ഞങ്ങൾക്ക് പുറത്ത് തന്നെ ഇന്ന് പ്രാർത്ഥിച്ച് പോകേണ്ടി വന്നു. രണ്ടാമത് ഞാനപ്പോൾ ഇങ്ങനെ എനിക്ക് ആലപ്പുഴ വരെ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ പോയി വന്നപ്പോൾ ഞാനും മോനും കൂടെ, എനിക്കൊരു മോനാണുള്ളത്, 6th സ്റ്റാൻഡേർഡിലാണ് ഇപ്പോൾ അവൻ പഠിക്കണേ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി പോവുകയുണ്ടായിരുന്നുള്ളൂ. പിന്നെ മൂന്നാമത് വന്നപ്പോഴാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അപ്പോൾ ഉടമ്പടി എടുത്ത സമയത്ത് എന്താ പറയുക, നമ്മളിങ്ങനെ ഭയങ്കര ഒരു ഫ്രസ്ട്രേഷനോ ഡിപ്രഷനോ സ്ട്രെസ്സൊക്കെ ആയിട്ട് ആകെ ഒരു ഇതായിട്ടുള്ള അവസ്ഥയിൽ വന്നിട്ടാണ് എടുത്തത്. അപ്പം മാതാവിനെ കൊണ്ടുവരുന്ന സമയത്ത് എൻ്റെ കൂടെ വേറൊരു ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ സിസ്റ്റർ എൻ്റെ നേരെയാണ് അമ്മേനെ നീട്ടിയത് കേട്ടോ. അപ്പം സിസ്റ്റർ അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നിന്നേക്കാളും ഇപ്പോൾ ആവശ്യം ആ ചേച്ചിക്കാണ്, അപ്പോൾ നീ മണി പിടിക്ക് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വന്നു ഉടമ്പടി എടുത്തു. ഇവിടെ വന്ന് അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചോന്ന് ചോദിച്ചാൽ അമ്മേനെ ഞാനിങ്ങനെ നോക്കുമായിരുന്നു. ആദ്യം ഇങ്ങനെ കണ്ടപ്പോഴത്തേക്കും ഞാനിങ്ങനെ വിചാരിച്ചുല്ലോ. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്തും ഈശോടുത്തൊക്കെ സോറിയൊക്കെ പറഞ്ഞു. എന്നിട്ട് പോയി പ്രാർത്ഥനയൊക്കെ തുടങ്ങി. അപ്പോൾ ഞാൻ കഴിവതും എല്ലാ ആഴ്ചയും ഇങ്ങോട്ട് വരാനായിട്ട് നോക്കുമായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം. അപ്പോൾ ആ സമയത്ത് ഞാനിപ്പോൾ കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിച്ചത് കേട്ടോ. അപ്പോൾ അവിടെ ചാപ്പലൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ബൈബിളൊക്കെ കാണുമ്പോൾ ആ സമയത്ത് സ്കൂൾ ടൈമിൻ്റെ സമയത്ത് ഞാനപ്പോൾ ഇങ്ങനെ വിചാരിക്കും, ദൈവം ഇത്രയും വലിയ ബുക്കൊക്കെ എങ്ങനെയാണ് വായിച്ച് തീർക്കുക എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്ന ഞാനാണ്. ഉടമ്പടി എടുത്ത് ആദ്യം ഞാൻ ചെയ്തത് ഇവിടെ നിന്ന് ബൈബിൾ വാങ്ങിച്ചു. ചെറിയ ബൈബിളും വാങ്ങിച്ചു. എൻ്റെ അടുത്ത് വലിയ ബൈബിൾ അതൊരു കസിൻ്റെ അടുത്തുണ്ടായിരുന്നതാണ്. ഞാനത് എടുത്തുകൊണ്ട് വന്നു, എനിക്ക് വായിക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ വന്നു, ഉടമ്പടിയിലായി. അങ്ങനെ എൻ്റെ കുറച്ച് ഫാമിലി ഇഷ്യൂസൊക്കെ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ മാതാവ് അതിൽ നിന്നൊക്കെ പുറത്ത് എടുത്തു എന്ന് പറയണമായിരിക്കും ശരി.
പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വീടിൻ്റെ കാര്യമായിരുന്നു. ഞങ്ങൾ അവിടെ ആയിരുന്നെങ്കിലും ശരി, ഇവിടെ ആയിരുന്നെങ്കിലും ശരി, ഞങ്ങൾ റെൻറ്റഡ് ഹൗസിലായിരുന്നു. അവിടെ റെൻറ്റഡ് അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. ഇവിടെ വന്നപ്പോഴത്തേക്കും റെൻറ്റഡ് ഹൗസിലായിരുന്നു. ഏതാണ്ട് 5 വീടോളം ഞങ്ങൾക്ക് ഈ സമയം മാറേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനപ്പോൾ ഇങ്ങനെ വിചാരിക്കും, ഇങ്ങനെ ഈ സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ എടുത്ത് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ലോഡിങ്ങും അൺലോഡിങ്ങും. അപ്പോൾ അമ്മയുടെ അടുത്ത് ഇവിടെ വരുമ്പോൾ ഞാനിങ്ങനെ പറയും, ഈ സാധനങ്ങളൊക്കെ കെട്ടിപ്പെറുക്കി ഇങ്ങനെ പോകണ കാര്യം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വിഷമമുള്ള കാര്യമാണ് കേട്ടോ അമ്മേ, എന്തെങ്കിലും ഒരു തീരുമാനമാക്കി തരണേ, അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും പെട്ടെന്നായിരുന്നു. അതും വീടിൻ്റെ സ്ഥലത്തിൻ്റെ ഞാൻ പോലും അങ്ങനെ ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറയണമായിരിക്കും ശരി. ഒരു ഹോം ലോൺ പോലും ഇല്ലാതെയൊക്കെ ഒരു വീടെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതും ഈ സമയത്ത് ഇങ്ങനെയൊക്കെ നടക്കുകയെന്ന് പറഞ്ഞാൽ അത് അനുഗ്രഹം എന്നല്ല പറയാം, കൃപ തന്നെയാണ്. പിന്നെ ഇവിടെ സാക്ഷ്യത്തിൻ്റെ പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ജോലിയുടെ ഒന്നും ആയിട്ടില്ല. അപ്പോൾ അച്ഛനതാ പറഞ്ഞത്, ജോലിയുടെ ആവട്ടെ. പക്ഷേ ഇവിടെ അച്ഛൻ ധ്യാനത്തിൽ പറയാറുണ്ടല്ലോ, എഴുതി കൊടുത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് അനുഗ്രഹമാണ്, അത് കൃപയല്ല, നിങ്ങളിവിടെ വന്നു എന്നുള്ളതിന് ഒരു ഇതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അമ്മയടുത്ത് ചോദിക്കും, എൻ്റെ അമ്മ ജസ്റ്റ് അനുഗ്രഹിച്ചിട്ടേ ഉള്ളോ, എനിക്ക് കൃപ കിട്ടിയിട്ടില്ലേ എന്നിങ്ങനെ എനിക്ക് സങ്കടം വരും. എനിക്ക് പെട്ടെന്ന് ഞാനിരുന്ന് കരയൂ. എന്നിട്ട് ഞാൻ അച്ഛൻ്റെ ധ്യാനമൊക്കെ ഉടമ്പടി എടുത്ത സമയം മുതൽ ഏകദേശം 2017 എനിക്ക് ഓർമ്മയില്ല, ഞാൻ ഓരോ ദിവസവും ഓരോ ധ്യാനം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൂടുമായിരുന്നു. ഒരെണ്ണം ഒരു ദിവസം ഒരു ധ്യാനം, ഒരു ദിവസം ഒരു ധ്യാനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരിതിൽ. അപ്പോൾ അതിലങ്ങനെ പറയണതിൽ ഞാനങ്ങനെ നോട്ടൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലച്ഛൻ ഒരു ഇത് പറയുന്നുണ്ട്. ആദ്യം ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായില്ല, അത് സംതിങ് എങ്ങനെയാണ് വേർഡ് കറക്റ്റ് ഇതല്ല. കൃപാസനത്തിൽ അമ്മയുടെ പ്രത്യക്ഷീകരണമായി ഉടമ്പടിയിലൂടെ ഈശോയായിട്ടുള്ള അമ്മയുടെ മാധ്യസ്ഥതയിൽ ഈശോ ആയിട്ട് ചെയ്തിട്ടുള്ള ഉടമ്പടിയിൽ അമ്മ ആഗ്രഹിക്കുന്ന കൃപാവര പദ്ധതി തന്ന് അനുഗ്രഹിക്കണമേ എന്ന്. അപ്പോൾ ആദ്യം ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും എനിക്കൊന്നും മനസ്സിലായില്ല. ഞാനപ്പോൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനപ്പോൾ ഇങ്ങനെ അമ്മയുടെ ഇത് ഫോട്ടോ ഇതിൽ കാണിക്കുമല്ലോ, രൂപം കാണിക്കുമല്ലോ. അപ്പം ഞാനപ്പോൾ ഇങ്ങനെ പറഞ്ഞു, അച്ഛൻ പറയണ ചിലവൊന്നും മനസ്സിലാവണില്ല, എന്താ ഇത് പറഞ്ഞതെന്ന് എനിക്കിപ്പോൾ ഒന്നും പിടികിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതങ്ങോട്ട് വിട്ടു, ഇങ്ങനെ പറഞ്ഞ് ഞാനങ്ങോട്ട് വിട്ടു. പിന്നെ ഇങ്ങനെ പോയി ഞാൻ പറഞ്ഞല്ലോ എല്ലാ ദിവസവും ഞാനിങ്ങനെ കാണുമെന്ന്. പിന്നെ എഗെയിൻ ഇത് വന്നു. അപ്പോഴും ഇങ്ങനെ എനിക്ക് ആ കൃപാവര പദ്ധതി മാത്രമേ എനിക്ക് മനസ്സിലാവണുള്ളൂ, ബാക്കി അപ്പുറത്തേക്ക് എൻ്റെ കയ്യിൽ നിന്ന് പോവുകയാണ്. പിന്നെയും വന്നപ്പോഴത്തേക്കും ഒരു ഷോർട്ട് വീഡിയോ ആണോ ഷോർട്സിലാണോ എന്തിലാണെന്നറിയില്ല, അതിൽ ഞാൻ ശ്രദ്ധിച്ചിട്ട് ഞാൻ അതിങ്ങനെ റിപ്പീറ്റഡ്ലി ഞാനിങ്ങനെ പറഞ്ഞ് ഈ ബൈ ഹാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മളിങ്ങനെ എക്സാമിനൊക്കെ പഠിക്കില്ലേ, അതേപോലെ ഞാൻ പഠിക്കാൻ തുടങ്ങി. കൃപാസനത്തിൽ അമ്മയുടെ പ്രത്യക്ഷീകരണവുമായി അമ്മ തന്നിട്ടുള്ള ഉടമ്പടിയിൽ ഈശോയായിട്ട് അമ്മയുടെ മാധ്യസ്ഥതയിൽ ചെയ്തിട്ടുള്ള ഉടമ്പടിയിൽ അമ്മ ആഗ്രഹിക്കുന്ന കൃപാവര പദ്ധതി തന്ന് അനുഗ്രഹിക്കണമേ എന്ന്. അങ്ങനെയാണ് അത് ആ വേർഡിങ്. അതിൽ ഞാൻ എന്നെ എന്നൊക്കെ ഇടയ്ക്ക് ചേർത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ ഞാനതിങ്ങനെ റിപ്പീറ്റഡ് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 കൊറിന്തോസിലെ ഒരു ഇതുണ്ട്, നിനക്ക് എൻ്റെ കൃപ മതി, കാരണം ബലഹീനതയിലാണ് എൻ്റെ ശക്തി കൂടുതൽ പ്രകടമാകുന്നതെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ ഈ ധ്യാനത്തിൽ ഇവിടെ ബ്രദർ മിക്കപ്പോഴും പാടണമാണ്. അത് അമ്മയടുത്ത് ഈശോയുടെ അടുത്ത് ഞാൻ പറയണൊക്കെ അമ്മ ഈശോയും നോട്ട് ചെയ്തു എന്ന് എനിക്ക് കിട്ടണ ഒരു ഇത് ഞാനായിട്ട് വിചാരിച്ചിരിക്കണ ഒരു പാട്ടുണ്ട്, ഒരു കൃപയാലേ എന്ന് പറഞ്ഞിട്ട്, കൃപയാൽ അനുദിനവും എന്ന് പറഞ്ഞ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട്. അപ്പോൾ അത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എനിക്കുള്ള ധ്യാനമാണ്, അത് നോട്ടായി ഞാൻ പറഞ്ഞൊക്കെ അവിടെ എത്തി എന്നുള്ള എൻ്റെ ഒരു ഇതായിരുന്നു അത്. അപ്പോൾ അങ്ങനെ പോകുമ്പോഴത്തേക്കും എൻ്റെ ജോലിയുടെ അപ്പോഴും ഒന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല. എന്നുവെച്ചാൽ ശരിയാവും പോവും ഇങ്ങനെ കയ്യിൽ നിന്ന് തട്ടിത്തെറിപ്പിക്കണ പോലെ, അതല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് കുറച്ച് ഇങ്ങനെ 3 മാസം അങ്ങനെയൊക്കെ ഒരു സ്ഥിരതയെന്ന് പറഞ്ഞൊരു ഇതെൻ്റെ ജോലിയുടെ കാര്യത്തിൽ എനിക്ക് കിട്ടണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ജോലി ഇല്ലാത്തതിൻ്റെ നല്ല വിഷമം, ഫൈനാൻഷ്യലി ആയിട്ടാണെങ്കിലും ജോലി ഇല്ലാത്തതിൻ്റെ നന്നായിട്ട് നല്ല പ്രഷറും ഉണ്ടായിരുന്നു, നല്ല ഡിപ്രഷനിലേക്ക് പോകുമായിരുന്നു ഞാൻ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ വീടിൻ്റെ കാര്യങ്ങളൊക്കെ പക്ഷേ ഏറ്റവും നല്ല രീതിയിൽ പോയി എന്ന് പറയാൻ അതെങ്ങനെ ആയെന്ന് എനിക്ക് തന്നെ അറിയില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ അതുപോലെ ഞാൻ ജോലിയുടെ കാര്യം പറഞ്ഞ സമയത്തൊക്കെ എൻ്റെ അനിയൻ്റെ ജോലിയാണ്, എൻ്റെ ബ്രദർ, എനിക്ക് 2 ബ്രദേഴ്സുണ്ട്, അവൻ്റെ ജോലി ശരിയായി. കാരണം അവന് ജോലി ഉണ്ടായിരുന്നു, പക്ഷേ അത്ര നല്ല ജോലിയായിരുന്നില്ല, ഭയങ്കര അലച്ചിലൊക്കെ ആയിരുന്നു അയാൾക്ക്. ഞാനത് പക്ഷേ ഉടമ്പടിയിൽ വെച്ചതല്ല, ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റും പിന്നെ ഓൺലൈനിൽ ഞാൻ സായന പ്രാർത്ഥന കൂടുന്ന സമയത്ത് ഞാൻ പ്രയർ റിക്വസ്റ്റ് ഇട്ടതാണ്. പക്ഷേ എന്താ പറയുക, ടൈം ഷോർട്ടനിങ് എന്ന് പറഞ്ഞിട്ടുള്ളത് അവിടെ പെട്ടെന്നാണ് ആയത്.
അതുപോലെ അവൻ്റെ സ്ഥലം, വീട് സ്ഥലമൊക്കെ ആയിട്ട് പുള്ളി ഒരുപാട് കാലമായിട്ട് നോക്കണമായിരുന്നു, കാലം എന്നല്ല വർഷമായിട്ട്. അപ്പോൾ ഇപ്പോൾ അവൻ്റെ സ്ഥലത്തിൻ്റെ ആയി, വീടിൻ്റെ ഇപ്പോൾ നോക്കുകയാണ്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ജോലിയുടെ കാര്യം പിന്നെ ഇപ്പോൾ വന്നിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ജോലിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇപ്പം ഈ ആഴ്ച എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം എനിക്ക് അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടി. ഞാനപ്പോൾ അമ്മയുടെ അടുത്ത് പറഞ്ഞായിരുന്നു, അപ്പോയിൻമെൻറ്റ് ഓർഡറായിട്ട് ഞാൻ ആദ്യം ഇങ്ങടെ വരാം, അമ്മേനെ കാണിക്കും, എന്നിട്ടേ എല്ലാവരോടും പറയുള്ളൂ. എനിക്ക് എന്താ പറയുക, ചെറിയൊരു ഗവൺമെൻറ് ജോലിക്കാരിയായി ഞാനും കോൺട്രാക്ട് ബേസിസിലാണ്, പെർമനൻ്റ് അല്ല, ടെമ്പററി ആണ്. പക്ഷേ എനിക്ക് ജോലി കിട്ടി. അങ്ങനെ ഒരു ഹാപ്പി ന്യൂസ് ഞാൻ എല്ലാവരോടും ഷെയർ ചെയ്യുകയാണ്. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതും വലുതായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചവർക്കാണെങ്കിലും എൻ്റെ ഒരു കസിൻ ചേച്ചി ഉണ്ടായിരുന്നു, സ്ട്രോക്ക് വന്ന് ഒരു വശം മുഴുവൻ തളർന്നു പോയതാണ്, ആൾ വെൻറ്റിലേറ്ററിലൊക്കെ ആയതാണ്. അപ്പോൾ ചേച്ചിനെ കാണാൻ ഞാൻ പോയ സമയത്ത് ഞാൻ നമ്മുടെ നേർച്ച വസ്തുക്കളും ഉടമ്പടി തൈലം ഞാൻ എൻ്റെ കയ്യിൽ വെച്ചു. എന്നിട്ട് ചേച്ചിക്ക് തൊട്ട് പ്രാർത്ഥിച്ചു, ഞാനാണ് പ്രാർത്ഥിച്ചത്, ഞാനാണ് ചെയ്തത്. അതേപോലെ ഉടമ്പടിയുടെ ഉപ്പും തേനും ബാക്കി നേർച്ച പ്രെയർ ബുക്കും മോളുണ്ട്, മോൾക്ക് കൊടുത്തു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ചേച്ചിക്ക് രോഗസൗഖ്യം കിട്ടി. ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചി എഴുന്നേറ്റ് നടക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ചെറുതായിട്ട് വീട്ടിൽ തന്നെ അങ്ങനെ ജോലികളൊക്കെ ചെയ്യണുണ്ട്. അതുപോലെ വീടിൻ്റെ അടുത്ത ഒരു ചേട്ടൻ ഇങ്ങനെ ആക്സിഡൻ്റായിട്ട്, ഭയങ്കര മേജർ ആക്സിഡൻ്റ് ആയിരുന്നു, ആളും വെൻറ്റിലേറ്ററിലൊക്കെ പോയതാണ്. തലയ്ക്കൊക്കെ മേജർ സർജറിയൊക്കെ കഴിഞ്ഞ സമയത്തും അങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് ആ ചേച്ചി പറഞ്ഞ സമയത്തും പ്രാർത്ഥിച്ചിട്ട് ആ ചേട്ടനിപ്പോൾ കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് സ്പീഡി റിക്കവറി ആയിരുന്നു ആ ചേട്ടൻ്റെയും. ആ ചേട്ടനിപ്പോൾ ജോലിക്കൊക്കെ പോകുന്നുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ ഭാഗമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മിക്കപ്പോഴും കഴിവതും ഞാൻ എല്ലാ ആഴ്ചയും വരാനായിട്ട് നോക്കും. വന്നിട്ട് പത്രം മേടിക്കും, അത് കയ്യിൽ പൈസ ഉള്ള പോലെ കേട്ടോ, ഒരു സെറ്റ് അല്ലെങ്കിൽ 2 സെറ്റ്. എന്നിട്ട് ആദ്യം ഞാൻ കൊടുത്തുകൊണ്ടിരുന്ന എൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു, പിന്നെ പള്ളിയിലൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ എൻ്റെ മോനും വരും പത്രം കൊടുക്കാനായിട്ട്. ആൾക്ക് എന്നെക്കാളും കൂടുതൽ ഈ വിശ്വാസമാണ്, ഇൻട്രസ്റ്റുമാണ്. എന്നിട്ട് ഞങ്ങൾ കുറേ ദൂരെയുള്ള സ്ഥലത്ത്, ഞങ്ങൾക്ക് പരിചയമില്ലാത്ത സ്ഥലത്ത്, കാരണം ഞങ്ങളിവിടെ ഉണ്ടായിരുന്നൊന്നുമില്ലല്ലോ, എന്നാലും ഞങ്ങൾക്ക് അറിയാത്ത വഴി കൂടെയൊക്കെ ഇങ്ങനെ പോവും. എന്നിട്ട് റോഡിൽ ചിലർ മേടിക്കും, ചിലർ നന്നായിട്ട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനപ്പോൾ ഇങ്ങനെ കരയണ സമയത്തൊക്കെ അവൻ സാരമില്ല, അവർക്ക് അറിയാത്തതുകൊണ്ടല്ലേ, അവർക്ക് മാതാവിനെ അറിയാത്ത അമ്മ കുഴപ്പമില്ല എന്നിങ്ങനെ പറയാൻ. പിന്നെ നേർച്ച വസ്തുക്കൾ, കാശ് രൂപവും ജപമാലയും പിന്നെ ജപമാല പ്രാർത്ഥന പുസ്തകമൊക്കെ എന്നോട് വേണമെന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുപോയി ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ രോഗികളായിരിക്കുന്നവരെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ പൈസ കൊടുത്ത് സഹായിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ഭക്ഷണം കൊടുക്കാനായിട്ടും എനിക്ക് എൻ്റെ കയ്യിലില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇരുന്നിട്ടില്ല. എന്നെക്കൊണ്ട് പറ്റുന്നത് എന്താണോ അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്തായിട്ടല്ല, എന്നാലും കുറച്ച് 2-3 കിലോമീറ്റർ ആ ഒരു ഏരിയയിൽ പ്രായമായവരെ താമസിപ്പിക്കുന്ന സ്ഥലമുണ്ട്. അവിടെ പോയിട്ട് അവരുടെ കൂടെ അവർക്ക് വേണ്ടിയിട്ട് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്തിട്ടുണ്ട്. ധനസഹായം പൈസയായിട്ട് കൊടുക്കാൻ പറ്റുന്നത് ചെയ്തിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ളതാണ്. അപ്പം അച്ഛനോട് ഞാനപ്പോൾ ഇങ്ങനെ പറഞ്ഞ സമയത്തും ഞാനിങ്ങനെ പറയുമായിരുന്നു, ഞാൻ സാക്ഷ്യം ഇതുവരെ പറഞ്ഞിട്ടില്ല, എനിക്ക് സാക്ഷ്യം പറയണം അച്ഛൻ അങ്ങനെ പറയുമായിരുന്നു. ഇവിടെ വരുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും ഞാൻ ഒരാളെ മാത്രം എനിക്ക് വേണ്ടി എൻ്റെ കാര്യം എൻ്റെ നിയോഗം എന്ന് ഞാൻ അങ്ങനെ പറയാറില്ല. ഞാൻ എല്ലാവർക്കും വേണ്ടിയേ പ്രാർത്ഥിക്കാറുള്ളൂ. അതിലെനിക്ക് ഒരുപാട് സന്തോഷം. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്താണ് ദൈവം നമ്മളെ കൂടുതൽ കേൾക്കണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടെ വരുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഞാനിവിടെ വരുമ്പോൾ സമ്പൂർണ്ണ ജപമാല ചൊല്ലും. അപ്പോൾ ഇങ്ങനെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നിന്നൊക്കെ കരയുമായിരിക്കും ആരെങ്കിലുമൊക്കെ. അപ്പോൾ പിന്നെ എൻ്റെ കോൺസെൻട്രേഷൻ പോയി പിന്നെ അവർക്ക് വേണ്ടിയിട്ടായിരിക്കും ഞാൻ പ്രാർത്ഥിക്കുക. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ ഞാൻ ഈ ജപമാല കൊന്ത ചൊല്ലാനൊക്കെ പഠിച്ചത്. ഇവിടെ പണ്ട് നേരത്തെ സിസ്റ്റേഴ്സ് ഓൺലൈനിൽ കോവിഡിൻ്റെ സമയത്ത് ജപമാല ഉണ്ടായിരുന്നു, അത് കണ്ടിട്ടാണ് ഞാൻ ജപമാല ചൊല്ലാനായിട്ട് പഠിച്ചത്. പിന്നെ വിശ്വാസ പ്രമാണമാണെങ്കിലും ശരി, പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണെങ്കിലും അതെ, ഞാൻ പ്രാർത്ഥിക്കാറുമുണ്ട്. എന്നെക്കൊണ്ട് കഴിയണത് പോലെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, കാരുണ്യ പ്രവർത്തനങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഉച്ചസമയം കണ്ടാണ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് ഞാനിങ്ങനെ സോഫയിൽ ഇങ്ങനെ മയങ്ങിപ്പോയി. അപ്പോൾ മയങ്ങിപ്പോയ സമയത്ത് ഇങ്ങനെ നമ്മുടെ ആൾത്താരെയാണ് ഞാൻ കണ്ടത്. ഈ കഴിഞ്ഞ മാസം ഉണ്ട്, ജനുവരി, ഇപ്പോൾ അധികമൊന്നും ആയിട്ടില്ല. നമ്മളുടെ ഇവിടെ ഈശോൻ്റെ അവിടെ ഒരു ഭയങ്കര സാധാരണ ഹൈറ്റല്ല, കുറച്ചധികം ഹൈറ്റുള്ള നല്ല വലിയ ഒരു മാലാഖയാണോ അമ്മയാണോ എന്ന് എനിക്കറിയില്ല, നല്ല ചിറകൊക്കെ ഇങ്ങനെ വിരിച്ചിട്ട്
ചിറകിങ്ങനെ അവിടെ ആ സൈഡിൽ ഇങ്ങനെ മുട്ടുവാണ്, ഇങ്ങനെ ചിറകിങ്ങനെ വിരിച്ച് നിന്നപ്പോഴത്തേക്ക്. എന്നിട്ട് ആ കയ്യിലൊരു കുട്ടി ഉണ്ടായിരുന്നു, പെൺകുട്ടി ഉണ്ടായിരുന്നു. അച്ഛനുണ്ടായിരുന്നു അവിടെ സൈഡിൽ, ജോസഫ് അച്ഛനുണ്ടായിരുന്നു അവിടെ ബാക്കിൽ, പിന്നെ സിസ്റ്റർ ഇവിടെ സൈഡിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ആരോ സാക്ഷ്യം പറയണ്ടായിരുന്നു, ഒരു ലേഡിയാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്വപ്നം കണ്ടു ഞാൻ. അപ്പോൾ ഞാനപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടി എഴുന്നേറ്റ്, ഒരു ഉച്ച സമയമായിരുന്നു അത്. എന്താ ഇപ്പോൾ ഇങ്ങനെ സ്വപ്നം കാണണേന്ന് ഇങ്ങനെ വിചാരിച്ചിട്ട്. അപ്പം ഞാനപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ മനസ്സിൽ സങ്കീർത്തനം 18 എനിക്ക് ഇങ്ങനെ മനസ്സിലേക്ക് വന്നത്. അതിൽ ഉണ്ടല്ലോ ഇങ്ങനെ ചിറക് ഇങ്ങനെ ഇങ്ങനെ വിരിച്ച് കെരൂബുകളെ വാഹനമാക്കി അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പം അച്ഛനോട് ഞാനിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അച്ഛനപ്പോൾ പറഞ്ഞു, വെളിപാടിൻ്റെ പുസ്തകത്തിലുണ്ടല്ലോ, സർപ്പത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സ്ത്രീക്ക് വലിയ ചിറക് തന്നു. മീൻസ് ടൈം ഷോർട്ടനിങ് ആണ്, സഞ്ചാരി മാതാവ് സഞ്ചരിച്ചു വരുന്നു. അച്ഛനും ജോസഫ് അച്ഛനും ഇവിടെ ധ്യാനത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ പണ്ടത്തെ സാക്ഷ്യത്തിൽ ഒരു ചേച്ചി ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഞാനിങ്ങനെ പണ്ടത്തെ ധ്യാനമൊക്കെ ഇങ്ങനെ കൂടാറുണ്ടെന്ന് കണ്ടിന്യൂസ്ലി. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ അച്ഛനിങ്ങനെ പറഞ്ഞ ഒരു ഓർമ്മയുണ്ട് എനിക്ക്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇതേപോലെ ഒരു പ്രാവശ്യം ഇങ്ങനെ സ്വപ്നം കണ്ടത്, നമ്മുടെ അമ്മ ഇങ്ങനെ, എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു, നമ്മളിങ്ങനെ അവിടെ കൈവച്ച് പ്രാർത്ഥിക്കുമല്ലോ ആ ഗ്ലാസ്സിൽ. അപ്പോൾ അമ്മ നമ്മളിങ്ങനെ തൊടണുണ്ടോയെന്ന് ഇവിടെ. അപ്പം ഒരു പ്രാവശ്യം ഇങ്ങനെ കണ്ടപ്പോഴത്തേക്കും അമ്മ തന്നെയാണ്, പക്ഷെ ഇത് തന്നെ അമ്മയുടെ കയ്യിലൊരു കുട്ടിയുണ്ട്, ആൺകുട്ടി, നല്ല സുന്ദര കുട്ടൻ. അപ്പോൾ ഞാനപ്പോൾ ഇങ്ങനെ അവിടെ കൈവച്ചപ്പം ആദ്യം മോനാണ് കൈവച്ചത് കേട്ടോ. അത് കഴിഞ്ഞ് അമ്മ ഇങ്ങനെ ഗൗരവത്തിൽ സീരിയസ്ലി ഒരു ചെറിയൊരു ചിരിയായിട്ട് നോക്കി, എന്നിട്ട് ഇങ്ങനെ വെച്ചു. പെട്ടെന്ന് ഇങ്ങനെ ഒരു ഭയങ്കര വെളിച്ചം വന്നു. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി, പേടിച്ചു ശരിക്കും. അപ്പോൾ അങ്ങനെ സ്വപ്നമൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. അതിനൊക്കെ പറയാനായിട്ട് സമയമുണ്ടോയെന്ന് എനിക്കറിയില്ല. ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ജോലിയുടെ കാര്യം തന്നെയാണ്. കാരണം ഒരുപാട് നാൾ എനിക്ക് ഏജ് ഓവറാവുന്ന സമയമാണ്, എൻ്റെ കരിയർ ഗ്യാപ്പുണ്ട്, എൻ്റെ എക്സ്പീരിയൻസിൻ്റെ പ്രശ്നമുണ്ട്. മീൻസ് ഞാൻ അവിടെ ആയിരുന്നപ്പോൾ ഞാൻ വർക്കിംഗ് ആയിരുന്നു, ബോംബെയിലായിരുന്നപ്പോഴത്തേക്കും ഞാൻ കോളേജിലായിരുന്നു, ലെക്ചററായിരുന്നു. പിന്നെ മോനായതിനു ശേഷം എനിക്ക് കുറച്ച് നാൾ ഞാൻ പോകാൻ പറ്റി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഫാമിലി ഇഷ്യൂസൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ കരിയറൊക്കെ, എൻ്റെ ജോലിയൊക്കെ എനിക്ക് വിടേണ്ടി വന്നു. അങ്ങനെ ഇവിടെ വന്ന ഒരവസ്ഥയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ടോ സഹായിക്കാനായിട്ടോ അങ്ങനെ റെക്കമെൻഡ് ചെയ്യാനായിട്ടോ ഒന്നും ആരുമില്ലാത്ത ഒരവസ്ഥയിലാണ്. ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു ഇതായിട്ടുള്ള കാര്യമായിരുന്നു എൻ്റെ. അപ്പോൾ അങ്ങനെ ഒന്നുമില്ലാതെ എന്താ പറയുക, -0 മെറിറ്റ് എന്ന് പറയണമായിരിക്കും ശരി. -0 മെറിറ്റിൽ നിന്ന് എനിക്കാണ് അമ്മ എനിക്ക് ഒരു ജോലി ഇപ്പോൾ ഇങ്ങനെ തന്നിരിക്കണത്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താ പറയുക, വലിയ കാര്യം എന്ന് പറഞ്ഞാൽ പോരാ, അത് ഭയങ്കര വലിയൊരു കാര്യം തന്നെയാണ്. അതിപ്പോൾ എങ്ങനെയാണ് അത് പറഞ്ഞ് ഇതാക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ അത്രയും എക്സൈറ്റഡ് ആയിട്ടാണ് ഇവിടെ നിൽക്കണേ. പിന്നെ ഞാൻ സ്റ്റേജ് ഫിയർ ഉള്ള ഒരാളാണ്, എനിക്ക് നല്ല വിറവലുണ്ട്. അപ്പോൾ എൻ്റെ ജോലി എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അതെനിക്ക് തന്നു. അതുപോലെ തന്നെ വീടും സ്ഥലം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ സാക്ഷ്യം എപ്പോഴും കണ്ടിന്യൂസ്ലി കേൾക്കണ ആളാണ്. സാക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺ എയർ ആവുന്ന സമയത്ത് തന്നെ, പ്രീമിയർ ആവുന്ന സമയത്ത് തന്നെ അന്നുള്ള സാക്ഷ്യം അന്നു തന്നെ കേൾക്കും. അപ്പോൾ ഈ വീടിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് എനിക്ക് സങ്കടം വരും. ഒരുപാട് നാളായിട്ട് ഇങ്ങനെ വാടകയ്ക്കൊക്കെ താമസിച്ച്, വേറെ ആൾക്കാരുടെ വീട്ടിൽ താമസിച്ച് അങ്ങനെയൊക്കെ നിൽക്കുന്ന ആൾക്കാരുടെയൊക്കെ സാക്ഷ്യം കേൾക്കുമ്പോൾ ശരിക്കും സങ്കടം വരും. കാരണം ഞാനത് അമ്മയോട് പറഞ്ഞ ആ സമയത്ത് തന്നെ അമ്മ അത് ഒരു അധികം സമയം പോലും എടുക്കാതെ, ടൈം ഷോർട്ടനിങ് തന്നെയായിട്ട് എന്നെ അവിടെ ഇവിടെ ബാങ്കിലോ അവിടെ എവിടെയോ ഒന്നും നടത്താതെ അമ്മ അതെല്ലാം ശരിയാക്കി തന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃപ തന്നെയാണ്, അനുഗ്രഹമല്ല. പിന്നെ അതുപോലെ തന്നെ എൻ്റെ പേഴ്സണൽ ലൈഫിലുണ്ടായ കാര്യമാണെങ്കിലും പെട്ടെന്ന് കേൾക്കുമ്പോൾ അത് നിസ്സാരമായ കാര്യമായിട്ടായിരിക്കും തോന്നുക. പക്ഷേ അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഞാനതിൽ നിന്ന് അമ്മ ശരിക്കും ഞങ്ങളതിൽ നിന്ന് രക്ഷപ്പെടുത്തി പൊക്കിയെടുത്തുകൊണ്ട് വന്നു എന്ന് പറയണതായിരിക്കും ശരി. എനിക്ക് എന്താ പറയുക, ഞാൻ ചോദിച്ചതിലും കൂടുതൽ കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഉടമ്പടിയിൽ വെച്ചതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ അമ്മ തന്നിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, നമ്മൾ ഉടമ്പടിയിൽ ഇങ്ങനെ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് നിയോഗം എഴുതണ പോലെയല്ല. നമ്മളിവിടെ ആദ്യം അമ്മ എത്തിക്കും, പിന്നെ അമ്മ ഈശോട് പറഞ്ഞ് അതെല്ലാം അമ്മ തന്നെ അതെല്ലാം ശരിയാക്കി തരും. അതിൽ അമ്മയുടെ ആ ഒരു നമ്മളെ പറ്റിയുള്ള, നിങ്ങളെക്കുറിച്ചുള്ള ഒരു പദ്ധതിയുണ്ട്. അത് നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല, നിങ്ങളുടെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി എന്ന് ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ശരിക്കും അത് അങ്ങനെ തന്നെയാണ്.
അപ്പോൾ എനിക്കിവിടെ എല്ലാവരോടും പറയാനുള്ളത്, ആരും ഒന്നിനെപ്പറ്റി ഓർത്തിട്ട് എൻ്റെ നിയോഗം എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട ആവശ്യമോ സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്കറിയാം നമ്മളെപ്പറ്റി എല്ലാ കാര്യവും. അമ്മ അതുപോലെ തന്നെ നമുക്കത് ചെയ്തു തരും. എനിക്ക് ഇത്രയും നല്ല ഇനി ഇതിലേക്കുള്ള നന്നായിട്ട് എനിക്ക് സാക്ഷ്യം പറയണം. കാരണം ഇതിപ്പോൾ എൻ്റെ ഫസ്റ്റ് ടൈമാണ്. എനിക്ക് നല്ല ഒരു പേടിയൊക്കെ ഉണ്ട്. അടുത്ത പ്രാവശ്യം സാക്ഷ്യം പറയുമ്പോൾ ഇതിനേക്കാൾ നന്നായിട്ട് എനിക്ക് സാക്ഷ്യം പറയണം. അതിനുവേണ്ടി അമ്മയും ഈശോ എന്നെ അനുഗ്രഹിക്കും. അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി.